ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദികളായ കറാച്ചി, ലാഹോർ സ്റ്റേഡിയങ്ങളിൽ ഇന്ത്യൻ പതാകയില്ലാത്തതിൽ വിശദീകരണവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിലും ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിലും ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റു ടീമുകളുടെ പതാകയുള്ളപ്പോൾ ഇന്ത്യൻ പതാക മാത്രമില്ലെന്ന വാർത്തകൾ വലിയ വിവാദമായിരുന്നു. പിന്നാലെയാണ് വിശദീകരണവുമായി PCB രംഗത്തെത്തിയത്. സ്റ്റേഡിയത്തിൽ മത്സരിക്കുന്ന ടീമുകളുടെയും ആതിഥേയ രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡിന്റെയും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെയും പതാകകളാണ് സ്ഥാപിക്കേണ്ടതെന്നും ICCയുടെ നിർദ്ദേശമാണിതെന്നും PCB വ്യക്തമാക്കി. പാകിസ്ഥാനിലെ 3 വേദികളിലും ഇന്ത്യയുടെ പതാകകൾ ഉണ്ടാകില്ല. 8 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബൈയിലാണ് നടക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി മത്സര ദിവസം 4 പതാകകൾ മാത്രമാണ് സ്റ്റേഡിയത്തിൽ ഉയർത്തുന്നത്. ICCയുടെയും PCBയുടെയും പിന്നെ മത്സരിക്കുന്ന 2 ടീമുകളുടെയും അത്രമാത്രം. PCB വക്താവ് പ്രതികരിച്ചു. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടേതടക്കം ബാനറുകൾ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇതൊന്നും മനസ്സിലാക്കാതെ ചിലർ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും PCB ആരോപിച്ചു. സുരക്ഷാപരമായ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്ക് ഇല്ലെന്ന് അറിയിച്ചതോടെ ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ ദുബൈയിലാണ് നടത്തുന്നത്. ഇതിനാലാണ് ഇന്ത്യൻ പതാക പാകിസ്ഥാനിലെ സ്റ്റേഡിയത്തിൽ വെക്കാത്തതെന്നാണ് PCBയുടെ വിശദീകരണം. ഇന്ത്യ ഒഴികെ ബാക്കി ടീമുകൾക്കെല്ലാം പാകിസ്ഥാനിൽ മത്സരങ്ങളുണ്ട്. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരും ആതിഥേയരുമായ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ നേരിടും. ഈ 2 ടീമുകൾക്കും പുറമെ ഇന്ത്യയും ബംഗ്ലാദേശും ഗ്രൂപ്പ് എയിലാണ്. 20-ന് ദുബൈയിൽ ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 23-നാണ് ക്രിക്കറ്റ് ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. 2 ഗ്രൂപ്പുകളിലെയും ആദ്യ 2 സ്ഥാനക്കാർ സെമിയിലെത്തും. ഇന്ത്യ സെമിയിലും ഫൈനലും എത്തിയാൽ മത്സരം ദുബൈയിലാകും നടക്കുക.